ഈ കുടുംബത്തിലുള്ളവർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് അർഹമായ എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത് കാണാം, പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് കാണാം, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മകളെ നിങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട നന്മ കൊണ്ട് നിങ്ങൾ നേരിടുക. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നിസാരമായ പ്രവർത്തനങ്ങളെ കൊണ്ട് വലിയ ബന്ധത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബബന്ധങ്ങൾ, വർഷങ്ങളോളം പിണങ്ങി കഴിയുന്ന സാഹചര്യങ്ങൾ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, പരിശുദ്ധ ഖുർആൻ തിന്മയെ നിങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട നന്മ കൊണ്ട് നിങ്ങൾ നേരിടണം. ആ നിലയ്ക്ക് നിങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മിത്രമായി മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ദൂരീകരിക്കാനും ഏറെ സന്തോഷങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും അത് കാരണമായി തീരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, തിന്മയെ നിങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട നന്മ കൊണ്ട് നിങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറി. അത് ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള പ്രശ്നമായാലും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നമായാലും, ജ്യേഷ്ഠാനുജന്മാര് തമ്മിലുള്ള പ്രശ്നമായാലും, ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരിടാനുള്ള ഏറ്റവും വലിയ മാർഗമായിട്ട് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, അഹ്സനായ ഏറ്റവും മെച്ചപ്പെട്ട നന്മ കൊണ്ട് നിങ്ങൾ അതിനെ നേരിടുക. ഒരാൾ നമ്മോടൊരു വാക്ക്, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പറഞ്ഞാൽ അതിന് തിരിച്ചങ്ങോട്ട് 4 പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് ചീത്ത വിളിച്ചാൽ അങ്ങോട്ട് അതിന്റെ ഇരട്ടി തിരിച്ചു വിളിക്കുന്നതിന് പകരം ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ആ നിലയ്ക്ക് നമ്മൾ പെരുമാറുമ്പോൾ അതിന്റെ ഒരു സന്തോഷം നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ നാട്ടുകാർക്കിടയിൽ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ആ ഒരു സന്തോഷം പുലർത്താൻ നമുക്ക് സാധിക്കും. ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നവരുടെ വിഷയത്തിലാണ് ഈ മഹത്തായ ആയത്ത് സൂക്തം പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങുന്നത്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് നമുക്കറിയാം, ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിനെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരായിരുന്നു. ബദർ യുദ്ധത്തിന്റെ സാഹചര്യം നമുക്കറിയാം. ബദർ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ശത്രു സൈന്യത്തിന്റെ കമാൻഡറായി കൊണ്ട് അബൂ സുഫിയാൻ ഇബ്നു ഹർബാണ് ആ ബദർ യുദ്ധത്തിന് വേണ്ടി അതിന്റെ നേതൃത്വം വഹിച്ചത് തുടക്ക സമയത്ത്. പിന്നെ എന്തുണ്ടായി? ഈ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ഒരു വേള ഇസ്ലാം സ്വീകരിച്ചു. മക്ക ഫത്ഹ് നടക്കുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലക്കും വേദനിപ്പിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് ഉപരോധം ഏർപ്പെടുത്തി മക്കയിൽ നിന്ന് നാട് കടത്തേണ്ടി വന്ന സാഹചര്യം. ആ സാഹചര്യമെല്ലാം മാറി സന്തോഷത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക്, മക്കയിലേക്ക്, മക്ക ഫത്ഹിന് വേണ്ടി കടന്നു വരുന്ന സമയം ശത്രുക്കളെല്ലാം മാളത്തിൽ ഒളിച്ചു. ഇനി രക്ഷയില്ല. മുഹമ്മദും സൈന്യവും എല്ലാ ആധിപത്യങ്ങളും പിടിച്ചടക്കിക്കൊണ്ട് മക്കയിലേക്ക് വരികയാണ്. ഇനി രക്ഷയില്ല എന്ന് തീരുമാനിച്ച സമയം ഖുറൈശികളിൽപ്പെട്ട പലരും രക്ഷ തേടി പലയിടങ്ങളിലും ഒളിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. മക്കയുടെ ഖുറൈശികളുടെ നേതാവായിരുന്ന അബൂ സുഫിയാന്റെ വീട്ടിൽ ആരെങ്കിലും അഭയം തേടിയാൽ അവരെ ഒരു രോമത്തിന് പോലും തൊട്ടുപോകരുത്. ഇങ്ങോട്ട് ചെയ്തതെല്ലാം മറന്നു പോകണം, ഇങ്ങോട്ട് ആക്രമിച്ചതെല്ലാം മറന്നു പോകണം, ഇങ്ങോട്ട് വേദനിപ്പിച്ചതെല്ലാം മറന്നു പോകണം. ഒരാളും അബൂ സുഫിയാനെയോ സൈന്യത്തെയോ മക്കയിലുള്ള ഒരു ശത്രുവിനെയും തൊട്ടുപോകരുത് എന്ന് സയ്യിദുനാ ത്വാഹാ റസൂലുള്ളാഹി, ഈ നിലയ്ക്ക് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട അഹ്സനായ സ്വഭാവം കൊണ്ട് നേരിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ പറയുന്ന അബൂ സുഫിയാൻ പിൻകാലത്ത് ഇസ്ലാമിലേക്ക് വന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് റസൂലുള്ളാഹി നേരിട്ടപ്പോ എല്ലാ പ്രശ്നങ്ങളുമായി
ഉസാമയെ മദീനയുടെ ബൗണ്ടറിയിൽ വെച്ചുകൊണ്ട് സ്വഹാബത്ത് പിടിച്ചു കെട്ടി രാജദ്രോഹം ചുമത്തി. ഇന്നത്തെ പോലെ ജയിൽ സംവിധാനങ്ങളില്ല, തടവറകളില്ല. മദീനയിലെ മദീന പള്ളിയിൽ തൂണിൽ ബന്ധിപ്പിക്കപ്പെട്ടു.